പണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ ഓടി കയറിക്കൊണ്ടിരുന്ന സെറ്റപ്പുള്ള. അയ്യോ അയ്യോ ചരലാണ്. ഇന്ന് നല്ല കാറ്റാണ് ഗൈസ്. ക്യാമറ എല്ലാം കൂടെ ചരിഞ്ഞ് വീഴുമെന്നാണ് പറഞ്ഞത്. എന്തോ അങ്ങനെയായിപ്പോയി. ഒരു അലിവില്ലാത്ത മനുഷ്യർ, കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യരെന്ന് പറയില്ല, ആ ഒരു ടൈപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം. പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകളെ കാര്യം എനിക്ക് അധികം അറിയില്ല. പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സഹാനുഭൂതിയും കണ്ണിച്ചോരയൊക്കെ ഉള്ള നിങ്ങളൊക്കെ ഇത് എവിടെയാണ് ഗൈസ്? ഇന്ന് നല്ല കാറ്റാണ് ഗൈസ്. ക്യാമറ എല്ലാം കൂടെ ചരിഞ്ഞ് വീഴുമെന്നാണ് പറഞ്ഞൂടാ. വന്നാലും ഒരു കയറ്റ ഇറക്കമുള്ളൊരു സ്ഥലം കാണും. അപ്പോൾ ഇന്ന് അതുവഴി ഒന്ന് ഇറങ്ങി നോക്കാം. ഇതാണ് ആ ഇറക്കം. ഇന്ന് ഇതുവഴി ഒന്ന് ഇറങ്ങി നോക്കാം. ഞാനൊന്ന് ഇതുവഴി ഇറങ്ങി നോക്കട്ടെ ഗൈസ്. എന്നിട്ട് തിരിച്ച് ഇതേപോലെ കയറി വരാൻ വേണം. ഒരുപാട് നാളായി ഇതുപോലത്തെ സ്ഥലത്തൂടെ ഇറങ്ങിയിട്ടേ. ഇപ്പോൾ ഒരുപാട് പ്രയാസമാണ്. ബാലൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. രാത്രിയും കൂടെയാണ്. എൻ്റെ ലിഗമെൻ്റ് പോകുന്നു. ഞാൻ കയറി നോക്കട്ടെ ഗൈസ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. തിരിച്ചു വരുമ്പം കാണാൻ പറ്റും. ഒരു ആക്ഷൻ ക്യാമറയും കൂടെ വേണ്ടി വരും മിക്കവാറും. എന്തായാലും ഇത് കൊള്ളാം. ഒരുപാട് നാളായി ഇങ്ങനത്തെ കയറ്റമൊക്കെ കയറിയിട്ട്. പണ്ടൊക്കെ നമ്മൾ മലയും പല സ്ഥലങ്ങളൊക്കെ പാറയും കുന്നൊക്കെ കയറിക്കൊണ്ടിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെ കയറിയിട്ട് വർഷങ്ങളായി. ഞാൻ അപ്പോൾ ഇനി ക്യാമറയും കൊണ്ടുവന്ന് ഇറങ്ങി നടന്നു നോക്കട്ടെ ഗൈസ്. വീഴുമോ അതൊക്കെ സൂക്ഷിച്ച് പോകണം. അല്ല ക്യാമറ എല്ലാം കൂടെ തറയിൽ പോവും. അങ്ങനെ ഇറങ്ങി ഗൈസ്. ഇതാണ് ആ കയറ്റം. ഇവിടെ നോക്കുമ്പം വലിയ ഇതില്ലെങ്കിലും അങ്ങനെ നിസ്സാര കയറ്റമല്ല ഗൈസ്. ക്യാമറയിൽ അത്ര വ്യക്തത അല്ലെന്നേ ഉള്ളൂ. നല്ലൊരു കയറ്റം തന്നെയാണ്. ഇന്ന് നല്ല കാറ്റാണ് ഗൈസ്. എൻ്റെ വ്ളോഗൊന്നും ആരും കണ്ടില്ലെങ്കിലും വ്ളോഗ് എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടണുണ്ട്. വെറുതെ ആണെങ്കിലും എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണം ഗൈസ്. ഇതാണ് എൻ്റെ ആഗ്രഹം. വ്ളോഗ് കാണാൻ ആരുമില്ലെങ്കിലും വ്ളോഗ് എടുക്കാൻ കുറച്ച് പാടാണ്. കുഴപ്പമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ വ്യൂവേഴ്സൊക്കെ വരും. ഡേ ടു ഡേ വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്തതല്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വെറുതെ എടുത്ത് ഇടുന്നതന്നേ ഉള്ളൂ. അതിനൊരു സ്റ്റോറി ടെല്ലിങ് സ്റ്റൈലോ അങ്ങനെയൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് വ്യൂവേഴ്സ് കുറവ്. ഇൻഷാ അല്ലാഹ് റെഡി ആവും. നല്ല രസമാണ് ഗൈസ്. എനിക്ക് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതായത് ഞാൻ ഈ വൈഡായിട്ട് വീഡിയോ എടുത്തിട്ട് വീണ്ടും അതുകൊണ്ട് ക്രോപ്പ് ചെയ്ത് റീൽ സ്റ്റൈലിലോ അങ്ങനെ ആക്കി ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാൾ റീച്ച് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ രാത്രിയുള്ള നടത്തം നിർത്തി രാവിലെ എൻ്റെ ഉറക്കം ഒന്ന് കറക്റ്റായിരുന്നെങ്കിൽ രാവിലെ ഒന്ന് എഴുന്നേറ്റ് രാവിലെ മുതൽ നടത്തം ശീലമാക്കണം. അപ്പോൾ രാവിലെ ശീലമാക്കി കഴിഞ്ഞാൽ എനിക്ക് രാത്രി എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ സമയം കിട്ടും. അപ്പോൾ ഇനി അതായിരിക്കും ട്രൈ ചെയ്ത് നോക്കേണ്ട. ഓക്കെ, നോക്കാം. ഈ ക്യാമറ എടുത്താൽ വെറുതെ എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ തോന്നും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്? എനിക്ക് 3 കൊല്ലമായിട്ട് ഈ ഗ്യാസ്, ആസിഡ് റിഫ്ലക്സ്, എന്ത് ഫുഡ് കഴിച്ചാലും അത് മാറുന്നേ ഇല്ല. അങ്ങനെ അത് മാറാത്തതിനൊരു കാരണമുണ്ട്. ഗ്യാസിൻ്റെ ആ ഡോക്ടർ തന്ന ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് അത് പോകുന്നുണ്ട്. പക്ഷേ സ്പൈസി ഫുഡ്സ്, അത് ഈ ഗ്യാസിൻ്റെ അറിയില്ല. എന്ത് ഫുഡ് ചില ഫുഡ് അലർജി ആയിരിക്കും, ചിലത് സ്പൈസി ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഒരു
ഡയറ്റിലായിട്ട് എത്തിയിട്ടുണ്ട്, ഒരു ഫുഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്ര ഗുണമാകും എന്ന് അറിഞ്ഞുകൂടെ. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. മലയാളിയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ഫുഡാണ്, നമുക്ക് മടുപ്പുണ്ടാകാത്ത രീതിയിലുള്ളൊരു ഫുഡാണ്. ഞാനത് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ വീഡിയോ അങ്ങനെ അവിടെ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും ഒരു ടൈം കിട്ടുന്നില്ല. നമ്മുടെ കിച്ചൺ ഒരു കോമൺ കിച്ചണാണ്, അപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്യാനൊന്നും ഒരു ടൈമില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ കാണിക്കാം നിങ്ങളെ. പിന്നെ ഒരു കാര്യം, വെറുതെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, മനുഷ്യർക്കിപ്പോൾ പരസ്പരം ഒരു സഹാനുഭൂതി ഇല്ല ഗൈസ്. അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. വെറുതെ, അതായത് ഒരു ജോബിലാണെങ്കിൽ മറ്റൊരാൾ എന്നിൽ സ്ട്രെസ്സ് ചെലുത്തുക, ഞാൻ മറ്റൊരാൾക്ക് സ്ട്രെസ്സ് കൊടുക്കുക, അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പുഷ് ചെയ്യുക, എല്ലാവരും പുഷ് ചെയ്യാണ്. ഈ തലവേദന ഒഴിവാക്കി മറ്റൊരാളെ തലയിലിടുക. സ്വന്തമായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളെ തലയിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരു സീനാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് പരസ്പരം ഒരു സഹാനുഭൂതിയില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണെങ്കിൽ, ഇനിയിപ്പോൾ കപ്പിൾസായിട്ടുള്ളവർക്ക്, മാരീഡായിട്ടുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പരസ്പരം ഒരു സഹാനുഭൂതിയില്ല മനുഷ്യർക്ക്. സഹാനുഭൂതിയാണോ ഇതിൻ്റെ കറക്റ്റ് വേർഡെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, മനുഷ്യർ എന്തോ അങ്ങനെയായിപ്പോയി. ഒരു അലിവില്ലാത്ത മനുഷ്യർ, കണ്ണി ചോരയില്ലാത്ത മനുഷ്യരെന്ന് പറയില്ല, ആ ഒരു ടൈപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം. സ്ത്രീകളും പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകളെ കാര്യം എനിക്ക് അധികം അറിയില്ല, പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സഹാനുഭൂതിയും കണ്ണീച്ചോരൊക്കെയുള്ള നിങ്ങളൊക്കെ ഇത് എവിടെയാണ് ഗൈസ്? ഞാൻ ഒരുപാട് നാളായി അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് സ്ഥിരം ഇടപഴകിയിട്ട് ഒരുപാട് നാളായി ഞാൻ. വീണ്ടും ആ മല ആയിട്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ. ഇങ്ങനെ കയറാം, ചില്ലറപ്പാടൊന്നും അല്ല കേട്ടോ. ഞാൻ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ മൊത്തം കല്ലുകളാണ്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറഞ്ഞൂടാ. മൊത്തം ചരൽ കല്ലുകളാണ്. ഷൂസിന് നല്ല ഗ്രിപ്പുള്ളത് കൊണ്ട് അധികം പ്രശ്നമില്ല. പണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ ഓടി കയറിക്കൊണ്ടിരുന്ന സെറ്റപ്പുള്ള. അയ്യോ അയ്യോ, ചരലാണ് ഗൈസ്. സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി. നമ്മളെ സൈക്കിൾ റാലിക്കാർ ഇതുവരെ പോയി തിന്നിട്ടില്ല. അവർ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവർ വെറുതെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, സൈക്കിൾ റാലിക്കാരെല്ലാം ഫിലിപ്പീൻസാണ്. അവർ ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയുന്നു ഗായ്സ്. ബൈ. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. ബൈ.